പുതിയ ഒരു ഗവൺമെൻറ് സംവിധാനം വരുമ്പോൾ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിലുള്ള ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനത്തെ അധർമ്മത്തിൻ്റെ പാതയിലോട്ട് അല്ലെങ്കിൽ തെറ്റിൻ്റെ പാതയിലോട്ട് നയിച്ചു കൊണ്ടുപോയിരുന്നത് മുകളിൽ നിന്ന് തന്നെയാണ്. മുകളിൽ നിന്ന് തന്നെയാണ്. ഈ യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞാൽ താഴോട്ട് അതിനെ അനുകരിച്ചിട്ടാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം എന്തായിരുന്നോ അതിൻ്റെ മിനി രൂപങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ളവർ. താഴോട്ടുള്ള ഓരോ ഇദ്ദേഹത്തിന് ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്ന സത്യസന്ധമായി പ്രവർത്തിച്ച പല ഉദ്യോഗസ്ഥരും പല മന്ത്രിമാരും ജെന്യുവിനായി വർക്ക് ചെയ്ത പല ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. അവരെ നമുക്ക് തീർച്ചയായിട്ടും പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും. ഇപ്പം എൻ്റെ മിനിസ്റ്റർ ശ്രീ കെ രാധാകൃഷ്ണൻ സാറായിരുന്നു. ഞങ്ങൾ 2 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ആ 2 വർഷവും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു റാങ്കിങ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും മികച്ച മന്ത്രി എന്നുള്ള ഖ്യാതി നേടുകയും ചെയ്തു. 2ാമത്തെ വർഷവും അദ്ദേഹം ആ ഖ്യാതി നേടിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളും കണ്ടതാണ്. ആദ്യം നടന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ള ഏറ്റവും മിടുക്കനായിട്ടുണ്ടായിരുന്ന ഒരു അഡീഷണൽ PS തെറിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ ജയതിലകനെ കൊണ്ട് ആ വകുപ്പിനകത്ത് ചെയ്യാവുന്ന സകല ഉപദ്രവവും ചെയ്യാൻ തുടങ്ങി. അധികം വൈകാതെ ശ്രീ കെ രാധാകൃഷ്ണൻ സാറിനെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. അതായത് ഒരു ഇൻസെക്യൂരിറ്റി എന്തുമാത്രം ഈ കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നുള്ളത് തന്നെയാണോ മനസ്സിലാക്കുന്നത്? അല്ല, എൻ്റെ പാർട്ടിയും സർക്കാരും ചോദിക്കട്ടെ, എന്ന് പറഞ്ഞാൽ അതൊക്കെ വെറുതെ നോക്കൂത്തിയായിരുന്നല്ലോ. അത് ആർക്കും അറിയാത്തത്? എല്ലാവർക്കും അറിയുന്നതല്ലേ. ഞാൻ കണ്ണൂരുകാരനല്ലേ, എനിക്കിതിനകത്തുള്ള ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ അകത്തുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലാ പാർട്ടിക്കകത്തുമൊക്കെ ഉണ്ട്. അപ്പോൾ അവരും വളരെ വിഷമത്തോടെ പറയും ഇതെന്താ നടക്കുന്നത്. കാരണം ഏറ്റവും മികച്ച മന്ത്രിമാരെ മുഴുവനും പുറത്താക്കി, ഏറ്റവും നന്നായിട്ട് സത്യസന്ധമായിട്ടും പ്രവർത്തിച്ചിരുന്നവരെ എങ്ങനെയും തുരത്തുക എന്നുള്ളൊരു സാഹചര്യം. ഇവരുടെ ഇതിന് നിന്നു കൊടുക്കാത്ത ആൾക്കാരെ ഒരു ലിമിറ്റില്ലേ. അസൂയക്ക്, കുശുമ്പ്, ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഇതിൻ്റെയൊക്കെ ഒരു 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 എക്സിബിഷനായിരുന്നു. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കെ രാധാകൃഷ്ണൻ സാറിനെ പോലെയുള്ള ഇത്രയും മികച്ച ഒരു മിനിസ്റ്റർ, സ്പീക്കറൊക്കെ ആയിരുന്ന വ്യക്തിത്വമാണ്. അല്ല, അതിനെക്കാട്ടിലും മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഇപ്പം ഈ വകുപ്പിൽ നമുക്ക് അന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഏറ്റവും പെർഫോമിംഗ് മിനിസ്റ്ററെ എടുത്തിട്ട് നമ്മൾ ഒഴിവാക്കുമ്പോൾ എന്ത് മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്? വേറെ മിനിസ്റ്റേഴ്സ്, ഞാൻ ഓരോരുത്തർ പേര് പറഞ്ഞില്ല, പ്രസാദ് സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യണം. അതും എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഒരു ഓരോ മിനിസ്റ്ററും അവരുടെ വകുപ്പിനകത്ത് പരമാവധി ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഫ്രീഡം വേണ്ടേ? ഇത് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള, ഇപ്പോൾ ലാസ്റ്റ് മിനിസ്ട്രിയിൽ കണ്ടതെന്ന് വെച്ചാൽ മിനിസ്റ്റേഴ്സിനൊക്കെ ചീഫ് സെക്രട്ടറിയുടെയും താഴെ, ഒന്നാമത് KM എബ്രഹാം മുകളിലിരുന്ന് ഭരിക്കുന്നു, അതിൻ്റെയും താഴെ ചീഫ് സെക്രട്ടറിയുടെയും താഴെയാണ് വകുപ്പ് മന്ത്രിമാരുടെ സ്റ്റാറ്റും. വകുപ്പ് മന്ത്രിമാരെ അറിയാതെയാണ് അവരുടെ സെക്രട്ടറിമാരെ മാറ്റുന്നത്. ഇതൊന്നും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല.